ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നൊരു വഴി വരെ പോവാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, അതൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ കുറച്ചായതിനു ശേഷം ഞാൻ വീഡിയോയിൽ റിവീൽ ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇപ്പോൾ ഇടുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. അതിൻ്റെ മുമ്പ് ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവസ്ഥയായിരിക്കും. എനിക്ക് അതൊന്നും റെഡി ആക്കിയിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നുമില്ല. ഞാൻ ലേറ്റായിട്ട് ഇനി ആകെ സമയമില്ല, അങ്ങനത്തെ ഒരു സമയത്തുള്ള എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ BB ക്രീം ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കുറേ ആൾക്കാർ കുനിഞ്ഞോടുന്നതും ഒളിഞ്ഞു പോകുന്നതും എന്തൊക്കെയോ പറയുന്നതൊക്കെ നിങ്ങൾ കാണും. നിങ്ങൾ അതൊന്നും ബോധർ ചെയ്യരുത്. കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന അത്രയും ആൾക്കാരെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് തീരെ ലെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാർസിൻ്റെ ബേസ് ആണ്, ഇലുമിനാറ്റി ബേസ്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഗ്ലോ സ്കിന്നൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ബ്ലോക്ക് ഒരു കുറവും വേണ്ട. അതായിട്ട് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. സാധനം ഒന്നും തപ്പിയെടുത്ത് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല കേട്ടോ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഉഡായ്പ മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സെയിം ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ നമ്മളൊരു ലിപ്പ് ലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്തോ ലിപ്പ് ലൈനർ ഇല്ലാതെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവരും ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ലിപ്പ് മേക്കപ്പ് ചെയ്യുക. എൻ്റെ മൊത്തം കിളി പോയിട്ടുണ്ട്. എനിക്ക് അത്രയും സമയമില്ല. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ വേഗം ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ കുറച്ചധികം സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ റോഡ് സൈഡിലാണ് വീട്. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴത്തേയും പോലെയല്ല കേട്ടോ. എൻ്റെ ഐലൈനർ ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ണെഴുതുമ്പോൾ രണ്ടും ഒറ്റയടിക്ക് ശരിയായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു 100 പ്രാവശ്യം ഇല്ല, അത് കുറച്ച് കൂടുതലാണ്. ഒരു 2-3 പ്രാവശ്യമൊക്കെ മയച്ച് വരച്ച് ശരിയാക്കലാണ്. എന്നാൽ അതൊക്കെ ഫസ്റ്റ് ട്രൈ തന്നെ സക്സസ് ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവിടെ ഇവിടെ 2 കുത്തിടൽ നിർബന്ധമാണല്ലോ ഐലൈനർ എഴുതുമ്പോൾ. അതിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ മയച്ച് കളഞ്ഞു. അപ്പോൾ ഐ മേക്കപ്പും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് ഞാൻ റിവീൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.